കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ UDF കേന്ദ്രങ്ങൾ പറഞ്ഞത്. പ്രിയങ്കയ്ക്ക് 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടാനാകുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ ഫലം വരാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ കണക്കുകളിൽ നിന്നും പിന്നോട്ടു പോയിരിക്കുകയാണ് UDF നേതൃത്വം. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 5 ലക്ഷം കടന്നേക്കില്ലെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതേസമയം എന്ത് സംഭവിച്ചാലും 4 ലക്ഷത്തിലധികമായിരിക്കുമെന്നും നേതൃത്വം പറയുന്നു. ബൂത്തുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 72.9% വയനാട്ടിലെ പോളിംഗ്. എന്നാൽ ഇക്കുറി ഇത് 64.69%. പോളിംഗ് കുറഞ്ഞത് ഉയർന്ന ഭൂരിപക്ഷം എന്ന UDF പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. എന്നാൽ രാഹുലിന് മികച്ച വിജയം നേടാനായ മണ്ഡലങ്ങളിൽ ഇക്കുറി അതിലും മികച്ച വിജയം പ്രിയങ്ക സ്വന്തമാക്കുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ തുടങ്ങിയ മണ്ഡലങ്ങളിൽ 1/2 ലക്ഷത്തിനടുത്തായിരുന്നു രാഹുലിന്റെ ഭൂരിപക്ഷം. ഇവിടങ്ങളിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 1/2 ലക്ഷം കടക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. 7 നിയമസഭാ മണ്ഡലങ്ങളിലും രാഹുലിനെ പ്രിയങ്ക മറികടക്കുമെന്നും നേതൃത്വം പറയുന്നുണ്ട്. ഇത്തവണ സ്ത്രീകളുടെ വോട്ടുകൾ പ്രിയങ്കയ്ക്ക് വീണെന്നും UDF കരുതുന്നു. പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനാണ് LDF കാര്യമായ പ്രചരണത്തിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് UDF വിലയിരുത്തുന്നത്. ഇത്തവണ അക്രമോത്സുക പ്രചരണത്തിലേക്ക് LDF കടന്നിരുന്നില്ല. പലയിടത്തും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആളുപോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഇതെല്ലാം പോളിംഗ് ശതമാനത്തെ ബാധിച്ചുവെന്നാണ് UDF നേതൃത്വം പറയുന്നത്. LDF കേന്ദ്രമായ നിലമ്പൂരിൽ ഇക്കുറി പോളിംഗ് കുറഞ്ഞതും UDF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായെന്നതാണ് LDF കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത്. രാഹുലിനെ പോലെ പ്രിയങ്കയും മണ്ഡലം ഉപേക്ഷിച്ചു പോകും എന്നതടക്കമുള്ള പ്രചരണങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതേസമയം പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്ന അവകാശവാദവുമായിട്ടാണ് UDF തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയതു തന്നെ. ചില നേതാക്കളാകട്ടെ ഇത് ഒരു പടി കൂടി കടന്ന് 6 ലക്ഷം എന്നതിലേക്ക് കടന്നു. 14,71,742 വോട്ടർമാരാണ് വയനാട്ടിൽ ഇത്തവണ ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയതാകട്ടെ 9,52,543 പേർ മാത്രം. തപാൽ വോട്ടുകളുടെ എണ്ണം കൂടി ചേരുമ്പോൾ സംഖ്യയിൽ ചെറിയ മാറ്റമുണ്ടായേക്കാം. 2019 രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിക്കാൻ എത്തിയപ്പോൾ 80% അന്നത്തെ വോട്ടിംഗ് നില. പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ 64.94% സ്വന്തം പെട്ടിയിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് 4,31,770 വോട്ടെന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് 73.57%, രാഹുലിന്റെ വിഹിതം 59.69% കുറഞ്ഞു. ഇതോടെയാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 3,64,422 ഇടിയുന്നത്. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയവർ പോലും ഇത്തവണ തങ്ങളുടെ സമ്മതിദായാവകാശം വിനിയോഗിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം 5 ലക്ഷം എന്നല്ല, കഴിഞ്ഞ തവണ രാഹുൽ നേടിയ 3.64 ലക്ഷം കടത്തൽ പോലും UDFന് പ്രയാസകരമായിരിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്.